ഹലോ എവരി വൺ, വെൽക്കം ടു കോഡ് കോഡേഴ്സ് മലയാളം യൂട്യൂബ് ചാനൽ. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് കഴിഞ്ഞ വീഡിയോസിൽ നമ്മൾ ചെയ്തതിൻ്റെ കണ്ടിന്യൂസ് ആയിട്ടുള്ള ഒരു ഭാഗമാണ് നോക്കാൻ പോകുന്നത്. അപ്പോൾ കഴിഞ്ഞ വീഡിയോസിൽ നമ്മൾ ചെയ്തിരുന്നത് അതുപോലെ എഫ് പാറ്റേൺ ആയിരുന്നു. അപ്പോൾ ഈ വീഡിയോയിൽ ഒന്നുകൂടി കോംപ്ലിക്കേറ്റഡ് ആയിട്ട് പലർക്കും തോന്നുന്ന ഒരു പാറ്റേൺ ആണ്. വളരെ ഈസി ആയിട്ട് നമ്മൾ ചെയ്യാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ ആദ്യം ഞാൻ എന്ത് ചെയ്യാം, അതിൻ്റെ പിക്ചേഴ്സ് ഒന്ന് കാണിച്ചു തരാം. ഓക്കെ, എങ്ങനെയാണ് ആ ഒരു പാറ്റേണിൻ്റെ രൂപം വരുന്നത്. ഓക്കെ, അപ്പോൾ ഇതിൽ ഫസ്റ്റ് പാറ്റേൺ എന്ന് പറയുന്നത്, ഇതിൽ ഞാൻ ലോജിക്ക് കുറച്ച് എഴുതിയിട്ടുണ്ട്. അപ്പോൾ ആ കാര്യങ്ങൾ നിങ്ങൾ അതിനെക്കുറിച്ച് ബോധരാവേണ്ട. എന്ത് ചെയ്യാം, ജസ്റ്റ് ആ പാറ്റേൺ മാത്രം ഒന്ന് നോക്കാം. ഓക്കെ, ഇത് കണ്ടു കഴിഞ്ഞാൽ ഈ പാറ്റേൺ ഉണ്ടോ, ബ്ലൂ കളറിലാണ് ഞാൻ പ്രിൻറ്റ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ അത് കണ്ടു കഴിഞ്ഞാൽ കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആയിട്ട് പലർക്കും തോന്നാൻ ചാൻസ് ഉണ്ട്. ഓക്കെ, പിന്നെ നെക്സ്റ്റ് പാറ്റേൺ എന്ന് പറയുന്നത് കണ്ടോ, അതിൻ്റെ തന്നെ ഇപ്പോൾ ഇത് കാണുമ്പോൾ വളരെ സിമ്പിളായിട്ട് തോന്നുന്നുണ്ട് മറ്റതിനെ അപേക്ഷിച്ച് നോക്കുമ്പോൾ. ഓക്കെ, പക്ഷേ ഞാനിതിൽ എന്ത് ചെയ്തിട്ടുണ്ട്, ഒരുപാട് ലോജിക് കാര്യങ്ങളൊക്കെ അതിൽ ഇംപ്ലിമെൻറ്റ് ചെയ്തിട്ടുണ്ട്. ഞാൻ എന്ത് ചെയ്യാം, അത് കോഡ് ചെയ്തുന്ന ടൈമിൽ അത് ഞാൻ ജസ്റ്റ് എക്സ്പ്ലെയിൻ ചെയ്ത് തരാം. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് നമുക്ക് എന്ത് ചെയ്യാം, എങ്ങനെ കോഡ് എഴുതിയിട്ട് ഈ ഒരു പാറ്റേൺ പ്രിൻ്റ് ചെയ്യിക്കാം, എന്നിട്ട് അതിൻ്റെ ലൂപ്പ് കാര്യങ്ങൾ എങ്ങനെയാണ് റൺ ചെയ്യുന്നതെന്ന് ജസ്റ്റ് ഒന്ന് നോക്കാം. ഓക്കെ, അപ്പോൾ ഇതിൽ പറയുകയാണെന്നുണ്ടെങ്കിൽ എങ്ങനെ, ഫസ്റ്റ് ലൈനിൽ നമുക്ക് എന്ത് വേണം, നമ്മൾ ആദ്യം പ്രിൻ്റ് ചെയ്യിക്കാൻ പോകുന്നത് സെക്കൻഡ് വൺ ആണ്. ഓക്കെ, എങ്കിലാണ് നമുക്ക് എന്ത് ചെയ്യാം, ആ ഫസ്റ്റുള്ള പാറ്റേണിൻ്റെ ഒന്നുകൂടി ഈസി ആയിട്ട് പെട്ടെന്ന് പ്രിൻ്റ് ചെയ്യിക്കാനുള്ള ലോജിക്ക് നമുക്ക് ബിൽഡ് ചെയ്യാൻ കഴിയാം. ഓക്കെ, അപ്പോൾ രണ്ടാമത്തെ പാറ്റേൺ പ്രിൻ്റ് ചെയ്യിക്കുമ്പോൾ ആദ്യത്തെ ലൈനിൽ എന്താണ്, രണ്ട് സ്റ്റാറാണ് നമുക്ക് പ്രിൻ്റ് ചെയ്യിക്കേണ്ടത്. ഓക്കെ, അതിനാണ് ഞാനിവിടെ ഐ എന്ന് പറയുന്ന വാല്യൂ 1ൽ നിന്ന് നമ്മൾ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ 1+1 എന്ന് പറയുമ്പോൾ കണ്ടോ, ഇവിടെ 2, അതായത് 2 സ്റ്റാർ നമുക്ക് പ്രിൻ്റ് ചെയ്യിക്കാൻ കഴിയും. പിന്നെ നമുക്ക് വേണ്ടത് 1 സ്റ്റാറാണ്. ഓക്കെ, 1 സ്റ്റാർ കിട്ടണമെങ്കിൽ എന്താ ചെയ്യേണ്ടത്, ഐൻ്റെ വാല്യൂ ഇവിടെ 1 ആണ് വരുന്നത്. ഓക്കെ, ഐ വെച്ചിട്ട് നമ്മൾ പ്രിൻ്റ് ചെയ്യാൻ പറ്റില്ല. നമുക്ക് എന്ത് ചെയ്യാം, അതിന് പകരമായിട്ട് എന്ത് ചെയ്യുക, കെ എന്ന് പറയുന്ന പുതിയൊരു വേരിയബിൾ കൊടുക്കാം. ഓക്കെ, കെ ലെസ് ദാൻ ഓർ ഈക്വൽ ടു ഐ ആണോ നോക്കുന്നു, നമ്മൾ ജസ്റ്റ് ചെക്ക് ചെയ്യുന്നു. ഈ കെ എന്ന് പറയുന്ന വേരിയബിൾ നമ്മൾ കൊടുക്കുന്നത് പുതിയൊരു ലൂപ്പ് ആയതുകൊണ്ടാണ്. ഓക്കെ, അപ്പോൾ കെ ലെസ് ദാൻ ഓർ ഈക്വൽ ടു ഐ എന്ന് പറയുമ്പോൾ ഐൻ്റെ വാല്യൂ 1 ആണ്, അതുപോലെ കെൻ്റെ വാല്യൂ 1 ആണ്. അപ്പോൾ 1 സ്റ്റാർ പ്ലസ് ന്യൂ ലൈന്, അതായത് നെക്സ്റ്റ് ലൈനിലോട്ട് പ്രിൻ്റ് ചെയ്യിക്കാനുള്ള ഒരു ഇതുകൂടി നമ്മൾ അതിൽ ആഡ് ചെയ്യും. അങ്ങനെയാണ് വരുന്നത്. പിന്നെ അത് കഴിഞ്ഞിട്ട് അതിന് ശേഷം I+1 ഇവിടെ വരുന്ന ടൈമിൽ ഐൻ്റെ വാല്യൂ ഇൻക്രിമെൻ്റ് ആവും. ഇപ്പോൾ ഈ 2 സ്റ്റാർ, അതുപോലെ 3 സ്റ്റാർ, പിന്നെ 5 സ്റ്റാർ, അത് കഴിഞ്ഞിട്ട് ഇവിടെ ഉണ്ടോ, ഇവിടെ 7 സ്റ്റാർ. ഓക്കെ, ഓക്കെ, 2, അതുപോലെ 3, ഓക്കെ, ഇവിടെ 4, 5 സ്റ്റാർ, അങ്ങനെയാണ് ഇത് പോകുന്നത്. ഓക്കെ, 2ൽ നിന്നാണ് തുടങ്ങുന്നത്. അപ്പോൾ ആ ഒരു രീതിയിലാണ് നമുക്ക് സ്റ്റാർ പ്രിൻ്റ് ചെയ്യേണ്ടത്. അപ്പോൾ ഇതിനെന്ത് ചെയ്യാം, നമുക്ക് ഡയറക്റ്റ് ഇതിൻ്റെ കോഡിലോട്ട് പോകാം. അപ്പോൾ അതിനായിട്ട് നമ്മൾ ചെയ്യേണ്ടത്, ആദ്യം നമുക്ക് ഈ പ്രിൻ്റ്-എഫിനെ റിമൂവ് ചെയ്യാം, എന്നിട്ട് അതിൻ്റെ കോഡ് എഴുതാം. അപ്പോൾ ആദ്യം നമ്മൾ സെക്കൻഡ് വണ്ണാണ് എഴുതാൻ പോകുന്നത്. അതിന് നമുക്ക് ആവശ്യം, നമുക്ക് ജസ്റ്റ് എന്ത് ചെയ്യാം, ഇതിൻ്റെ ഐയും അതുപോലെ ജെ എന്ന് പറയുന്ന 2 വേരിയബിൾസ്, അത് 3 വേരിയബിൾസ് വേണം നമുക്ക്. 3 ലൂപ്പ് ഉണ്ട്. കെ എന്ന് പറയുന്നത് കൂടി നമുക്കിവിടെ ഡിക്ലെയർ ചെയ്യാം. എന്നിട്ട് നമുക്ക് എന്ത് ചെയ്യാം, നെക്സ്റ്റ് വാല്യൂസ് ഒന്നും കൊടുക്കണ്ട. നമുക്ക് എത്ര എണ്ണമാണ് വേണ്ടത്, നമുക്ക് 4 ഇതുവരെയാണ് അതിൻ്റെ റണ്ണിങ് ചെയ്യേണ്ടത്. ഓക്കെ, അപ്പോൾ അതിനായിട്ട് നമ്മൾ ചെയ്യേണ്ടത് ഫോർ ലൂപ്പ് എന്ത് ചെയ്യുക, ജസ്റ്റ് സ്റ്റാർട്ട് ചെയ്തിട്ട് ഐ അസൈൻ, ഐ എവിടെ നിന്നാണ്, നമ്മൾ 1ൽ നിന്നാണ് തുടങ്ങുന്നത്. ഐ ലെസ് ദാൻ ഓർ ഈക്വൽ ടു ഏതുവരെ, നമുക്ക് 4 വരെ എന്ന് കൊടുക്കാം. ഇവിടെ ഡയറക്റ്റായിട്ട് കൊടുക്കാം. ഇത് കഴിഞ്ഞിട്ട് ഞാൻ നിങ്ങൾക്ക് ഇതിൻ്റെ ചേഞ്ചസും കാര്യങ്ങളൊക്കെ കാണിച്ചു തരാം, അപ്പോൾ നിങ്ങൾക്ക് ഒന്നുകൂടി മനസ്സിലാവും. ഓക്കെ, ഇപ്പോൾ നമ്മൾ I++ എന്ന് കൊടുത്തിട്ട് നമ്മൾ എന്ത് ചെയ്യാൻ പോവുക, ഇത് ക്ലോസ് ചെയ്യാൻ പോവാണ്. ഓപ്പൺ ചെയ്യും, ഫോർ ലൂപ്പ് ഓപ്പൺ ചെയ്ത് ഇനി നെക്സ്റ്റ് ഇന്നർ ലൂപ്പ് എന്ന് പറയുന്നത് ഇതാണ് നമുക്ക് എന്ത് ചെയ്യാനുള്ളത്, സ്റ്റാർ പ്രിൻ്റ് ചെയ്യിക്കാൻ. ഇതിൽ ഞാൻ എന്ത് ചെയ്യാം, ജസ്റ്റ് കാണിച്ചു തരാം എങ്ങനെയാണ് പ്രിൻ്റ് ആവുന്നത്. ഓക്കെ, ജെ അസൈൻ 1, അതുപോലെ ജെ ലെസ് ദാൻ ഓർ ഈക്വൽ ടു ഇതുവരെ I+1, നമ്മളവിടെ പറഞ്ഞതുപോലെ തന്നെ ജെ ലെസ് ദാൻ ഓർ ഈക്വൽ ടു I+1 എന്ന് പറയുന്ന ഇക്വേഷൻ നമുക്ക് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് അത് പ്രിൻ്റ് ചെയ്യാം. എന്നിട്ട് J++ എന്ന് കൊടുത്തിട്ട് എന്ത് ചെയ്യാം, പ്രിൻ്റ് ചെയ്യാം. പ്രിൻ്റ്-എഫ് സ്റ്റാർ എന്ന് കൊടുക്കുന്നു, നെക്സ്റ്റ് ഒരു സ്പേസ്, അത് കഴിഞ്ഞിട്ട് സെമിക്കോളൻ. ഓക്കെ, ഇപ്പോൾ വേണമെങ്കിൽ എന്ത് ചെയ്യാം, നമുക്ക് ജസ്റ്റ് ഓക്കെ, ഈ ഒരു ഫോർ ലൂപ്പിൻ്റെ താഴെയായിട്ട് നമ്മളൊരു പ്രിൻ്റ്-എഫ് കൂടി ഇട്ടിട്ട് /n എന്നും കൂടി കൊടുക്കാം. എന്നിട്ട് നമ്മൾ ഇത് പ്രിൻ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും എങ്ങനെയാണ് ഇതിൻ്റെ ഷേപ്പ് വരുന്നതെന്ന്. ഓക്കെ, ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്യാം. ഓക്കെ, നമുക്കിപ്പോൾ കിട്ടിയിട്ടുള്ള 2 സ്റ്റാർ, അതുപോലെ 3, അതുപോലെ പിന്നെ എത്ര വരുന്നത്, 4, 5. ഇപ്പോൾ ഇതായിരുന്നു നമ്മൾ
ഈ ഒരു പിക്ചറിൽ കണ്ടത്, അതായത് ഐൻ്റെ വാല്യൂ കണ്ടോ 2, അതുപോലെ 3 സ്റ്റാർ, ഇവിടെ 4 സ്റ്റാർ, 5 സ്റ്റാർ എന്ന് പറയുന്ന രീതിയിലാണ് ഇവിടെ ഇപ്പോൾ നമുക്ക് കിട്ടിയിട്ടുള്ളത്. പക്ഷേ ഇനി നമുക്ക് എന്ത് കിട്ടണം, ഇതിൻ്റെ ഉള്ളിൽ 1 സ്റ്റാർ, പിന്നെ 2 സ്റ്റാർ, പിന്നെ 3 സ്റ്റാർ, അങ്ങനെ ഓരോ സ്റ്റാർ പ്രിൻ്റ് ചെയ്യിക്കണം. അതിൻ്റെ കൂടെ തന്നെ എന്ത് ചെയ്യണം, പുതിയൊരു ലൈനിലോട്ട് വരികയും വേണം. ഓക്കെ, അപ്പോൾ അതിന് നമുക്ക് എന്താ ചെയ്യാൻ പറ്റുക, ഈ ഒരു ഇതിൻ്റെ വർക്കിംഗ് കഴിഞ്ഞാൽ ഈ ഒരു ഇന്നർ ലൂപ്പ് കണ്ടോ, ഈ ഒരു പ്രിൻ്റ് എഫിൻ്റെ താഴെയായിട്ട് എന്ത് ചെയ്യാം, ഓക്കെ, ഒരു ഫോർ ലൂപ്പ് കൂടി കൊടുക്കാം. ഈ ഒരു ഫോർ ലൂപ്പിൽ എന്ത് ചെയ്യുക, നമ്മുടെ നെക്സ്റ്റ് വേരിയബിൾ എന്ന കെ എന്ന് പറയുന്നത് സ്റ്റാർട്ട് ചെയ്യാം. കെൻ്റെ വാല്യൂ 1. ഓക്കെ, കെ ലെസ് ദാൻ ഓർ ഈക്വൽ ടു എന്ത് കൊടുക്കാം, ഏതുവരെ, ഐൻ്റെ വാല്യൂ വരുന്നതിന് അനുസരിച്ച്. അപ്പോൾ നമുക്ക് എത്രയാണ് ആദ്യത്തെ ഈ ഒരു 2 സ്റ്റാർ പ്രിൻ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് 1 സ്റ്റാറാണ് പ്രിൻ്റ് ചെയ്യേണ്ടത്. അപ്പോൾ ആദ്യത്തെ ഒരു കേസിൽ അതിൻ്റെ വാല്യൂ 1 ആയിരിക്കും. ഓക്കെ, അപ്പോൾ അതുവരെയാണ് നമ്മൾ പോകുന്നത്. എന്നിട്ട് അപ്പോൾ ഇവിടെയാണ് നമുക്ക് സെമികോളൻ കെ പ്ലസ് പ്ലസ്. ഓക്കെ, ഇത് കഴിഞ്ഞ് എന്ത് ചെയ്യണം, നമുക്ക് താഴെ വീണ്ടും നെക്സ്റ്റ് കേസിൽ വരുമ്പോൾ എന്ത് ചെയ്യണം, ഇത് പ്രിൻ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ജസ്റ്റ് എന്ത് ചെയ്യുക, പ്രിൻ്റ് എഫ് എന്ന് കൊടുക്കുന്നു. ഈ പ്രിൻ്റ് എഫിൽ നമ്മൾ സ്റ്റാർ കൊടുക്കുന്നതിനോട് കൂടെ തന്നെ എന്ത് ചെയ്യണം, താഴത്തെ ലൈനിലോട്ട് ഇതിനെ മൂവ് ചെയ്യിക്കുകയാണ് വേണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് /n എന്ന് കൂടി നമ്മളിവിടെ കൊടുക്കുക. നമുക്ക് എന്ത് ചെയ്യാൻ വേണമെങ്കിൽ ഞാനിത് ഒന്ന് ജസ്റ്റ് റൺ ചെയ്ത് കാണിച്ചു തരാം. ഓക്കെ, ഇപ്പോൾ നമുക്ക് കിട്ടിയിട്ടുള്ളത് ഈ ഒരു രീതിയിലാണ്. ഓക്കെ, അപ്പോൾ നമ്മുടെ പാറ്റേണിൽ നിന്ന് വ്യത്യസ്തമായിട്ടാണ് ഇത് വന്നിട്ടുള്ളത്. വേണമെങ്കിൽ നിങ്ങൾക്ക് എങ്ങനെ കൊടുക്കാമെന്നറിയോ, ഈ ജസ്റ്റ് ഈ /n കട്ട് ചെയ്തിട്ട് എന്ത് ചെയ്യുക, പുതിയൊരു പ്രിൻ്റ് എഫ് കൊടുക്കുന്ന ഒരു രീതിയിലാണ് ഇത്. ഓക്കെ, നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ പറയുന്നത്. ഓക്കെ, /n ഇപ്പോൾ കൊടുക്കുമ്പോഴും നമുക്ക് സെയിം ആൻസർ തന്നെ ആയിരിക്കും കിട്ടുന്നത്. ഓക്കെ, അപ്പോൾ ഇതിന് പകരമായിട്ടായിരുന്നു നമ്മൾ എന്ത് ചെയ്തിട്ടുള്ളത്, സെയിം ലൈനിൽ തന്നെ പ്രിൻ്റ് എഫിൽ കൊടുത്തത്. ഓക്കെ, പക്ഷേ നമുക്കിവിടെ എന്തുണ്ട്, ഒരു വ്യത്യാസമുണ്ട്. ഇവിടെ കണ്ടോ, ഇവ 4 സ്റ്റാർ വീണ്ടും പ്രിൻ്റ് ചെയ്തിട്ടുണ്ട്. പക്ഷേ നമ്മുടെ ഈ എക്സാമ്പിളിൽ എന്തില്ല, അതായത് 3 സ്റ്റാർ ഇങ്ങനെ കണ്ടിന്യൂസ് ആയി പ്രിൻ്റ് ചെയ്ത് വന്നതിന് ശേഷം, അതായത് കെൻ്റെ വാല്യൂ അനുസരിച്ച് പ്രിൻ്റ് ചെയ്തതിന് ശേഷം താഴെ പിന്നെ എന്ത് ചെയ്തിട്ടില്ല, പ്രിൻ്റ് ചെയ്തിട്ടില്ല. അപ്പോൾ അതിനാണ് നമ്മൾ ഈ ഒരു കണ്ടീഷൻ കൊടുക്കുന്നത്. ഓക്കെ, അതായത് ഐൻ്റെ വാല്യൂ എന്ന് പറയുന്നത് ഇവിടെ 4 ആണ്. ഈ ഒരു ടൈമിൽ ഐ 1ൽ നിന്നല്ലേ സ്റ്റാർട്ട് ചെയ്യുന്നത്, നമ്മൾ 1 ആണ് ഐൻ്റെ വാല്യൂ ഇവിടെ, പിന്നെ 2 ആണ്, പിന്നെ 3, ഇവിടെ എത്തുമ്പോൾ 4 ആണ് ഐൻ്റെ വാല്യൂ. ഐൻ്റെ വാല്യൂ 4 ആകുന്ന ടൈമിൽ നമുക്ക് എന്ത് ചെയ്യണം, ബ്രേക്ക് ചെയ്യണം. ബ്രേക്ക് ചെയ്തിട്ട് എന്ത് ചെയ്യാൻ പാടില്ല, കെ എന്ന് പറയുന്ന ഇത് ലൂപ്പ് പ്രിൻ്റ് ചെയ്യിക്കാൻ പാടില്ല. ഓക്കെ, അതിന് വേണ്ടിയിട്ട് നമ്മൾ എന്താണ് ചെയ്യേണ്ടത്, ഇവിടെ ഈ ഒരു /n കഴിഞ്ഞതിന് ശേഷം എന്തിടാം, നമുക്ക് ഒരു ഇഫ് കണ്ടീഷൻ ഇട്ടിട്ട് ചെക്ക് ചെയ്യാം. ഐ ഈക്വൽ ടു 4 ആണോ എന്ന് ചെക്ക് ചെയ്യാം. ഐ ഈക്വൽ ടു 4 ആണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, ഇവിടെ ബ്രേക്ക് എന്ന് കൊടുക്കണം. ഓക്കെ, ബ്രേക്ക് എന്ന് പറയുമ്പോൾ ബി സ്മോൾ ലെറ്റർ ആണ്. ഓക്കെ, റൺ ചെയ്യാം. കണ്ടോ, ഇപ്പോൾ നമ്മൾ എക്സ്പെക്റ്റ് ചെയ്ത രീതിയിൽ തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഓക്കെ, ഇനി വേണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ഇതുപോലെ നമുക്ക് ലൈൻ ഇൻക്രിമെൻ്റ് ഒക്കെ ചെയ്യാം. ഓക്കെ, ഇവിടെ 4 ആണ് നമ്മളിപ്പം കൊടുത്തിട്ടുള്ളത്. നമുക്കിവിടെ 5 എന്ന് കൊടുത്ത് നോക്കാം. ഓക്കെ, ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. ഓക്കെ, 5 എന്ന് കൊടുത്ത് ഇപ്പോൾ ഇൻക്രിമെൻ്റ് ആയിട്ടില്ല. അപ്പോൾ നമുക്ക് എന്ത് വേണം, താഴെ ഒന്നുകൂടി വേണമെങ്കിൽ ഈ ഐൻ്റെ വാല്യൂ നമുക്ക് എന്ത് ചെയ്യാം, ഐ ഈക്വൽ ടു 4 എന്ന് കൊടുത്ത് ഐ ഈക്വൽ ടു 5 എന്ന് കൊടുക്കാം. ഇനി ഒന്ന് ജസ്റ്റ് ചെക്ക് ചെയ്ത് നോക്കൂ, ഒരു ലൈന് കൂടി ഇതുപോലത്തെ ഒന്നുകൂടി നമുക്ക് എക്സ്ട്രാ കിട്ടിയില്ലേ. ഇനി നിങ്ങൾക്ക് ഇതിൻ്റെയും താഴെ എന്ത് വേണോ, ഒന്നുകൂടി വേണോ, എന്ത് ചെയ്താൽ മതി, നമ്മൾ സെയിം ലോജിക്ക് വെച്ചിട്ട് എന്ത് ചെയ്യുന്നു, നമ്മളിങ്ങനെ ഇൻക്രിമെൻ്റ് ആക്കി പോകാം. നമുക്കിവിടെ വാല്യൂ ഇത് 6 കൊടുത്ത് കഴിഞ്ഞാൽ എന്ത് ചെയ്യണം, ലെസ് ഓർ ഈക്വൽ ടു 6 വരെയാണ് നമ്മൾ കൊടുക്കുന്നത്. ഓക്കെ, അപ്പോൾ 6ാമത്തെ ലൈനിൽ നമ്മൾ ബ്രേക്ക് ആയി കഴിഞ്ഞാൽ അതിൻ്റെ വാല്യൂ ആകുമ്പോൾ ബ്രേക്ക് ആയി കഴിഞ്ഞാൽ നമുക്ക് കേട്ടോ വലിയ രീതിയിൽ, അതായത് ഈ ഒരു സെയിം സംഭവം എന്ത് ചെയ്യുക, വലുതായി പോകുന്ന രീതിയിൽ എത്ര വലിയ പാറ്റേൺ നമുക്ക് എന്ത് ചെയ്യാൻ കഴിയും, ഇത് വെച്ചിട്ട് പ്രിൻ്റ് ചെയ്യിക്കാൻ കഴിയും. ഓക്കെ, അപ്പോൾ ഇത്രയേ ഉള്ളൂ ഈ ഒരു പാറ്റേൺ വരുന്നത്. ഇനി നമുക്ക് എന്ത് ചെയ്യാം, ഇത് പഠിഞ്ഞു കഴിഞ്ഞാൽ വളരെ ഈസി ആയിരിക്കും നമ്മുടെ ഫസ്റ്റ് പാറ്റേൺ പ്രിൻ്റ് ചെയ്യിക്കാൻ. ഓക്കെ, ഇപ്പോൾ ഈ ഒരു ലോജിക്കും ഇത് കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് മനസ്സിലായില്ലേ. ഒരു സ്റ്റാർ പ്രിൻ്റ് ചെയ്യിക്കുന്നു, പുതിയ ലൈനിലോട്ട് വരുന്നു, അതായത് കെൻ്റെ വാല്യൂ കണ്ടോ, ഇതിനനുസരിച്ച് ഞാൻ കറക്റ്റ് വാല്യൂസ് ഇവിടെ എഴുതിയിട്ടുണ്ട്. കെൻ്റെ വാല്യൂവിനെ റെപ്രസെൻറ്റ് ചെയ്യുന്നതാണ് ഈ 1 എന്ന് പറയുന്നത്, അതുപോലെ 2 എന്ന് പറയുന്നത് ഐൻ്റെ വാല്യൂ ആണ്. അപ്പോൾ അതിനനുസരിച്ച് എത്രയാണ് സ്റ്റാർ പ്രിൻ്റ് ചെയ്യുന്നത്, അതുപോലെ ന്യൂ ലൈനൊക്കെ ഞാൻ ഇവിടെ എഴുതിയിട്ടുണ്ട്. ഓക്കെ, ജസ്റ്റ് നോക്കിയാൽ മതി. പിന്നെ നമുക്ക് വരുന്നത് ഇതാണ് നമ്മുടെ മെയിൻ, ഈ ഒരു പാറ്റേൺ എങ്ങനെ പ്രിൻ്റ് ചെയ്യിക്കാൻ നോക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ചെയ്യേണ്ടത് നമ്മുടെ കോഡിൽ ചെറിയൊരു ചേഞ്ചസ് വരുത്താം. ഓക്കെ, അപ്പോൾ അതിന് വേണ്ടിയിട്ട് ജസ്റ്റ് ഞാനിതൊന്ന് ക്ലിയർ ചെയ്യാൻ പോവാണ്.
ഓക്കെ, സ്റ്റാർട്ടിങ് മുതൽ തന്നെ എഴുതാം. ഫോർ ലൂപ്പിൽ എന്ത് ചെയ്യുക, ജസ്റ്റ് എന്താ ഐയും ജെയും കെ ഒക്കെ നമ്മളവിടെ ഡിക്ലെയർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഐ അസൈൻ 1ൽ നിന്ന് തന്നെ സ്റ്റാർട്ട് ചെയ്യുന്നു. ഓക്കെ, അത് കഴിഞ്ഞിട്ട് ഐ ലെസ് ദാൻ ഓർ ഈക്വൽ ടു എന്ത് കൊടുക്കുക, നമുക്കിവിടെ ഇത് ജസ്റ്റ് ഞാനൊന്ന് ക്ലിയർ ചെയ്യാൻ പോവാണ്. നമുക്ക് എന്താണ് ഇവിടെ എത്ര ലൈൻ ഉണ്ടെന്ന് നോക്കാം. ഓക്കെ, ഐ 1 2 3 4 എന്ന് പറയുമ്പോൾ 5ലാണ് ഐ എന്ത് ചെയ്യുന്നത്, സ്റ്റോപ്പ് ചെയ്യുന്നത്. അപ്പം 5th ലൈൻ വരെ നമുക്ക് വേണം. അപ്പോൾ ലെസ് ദാൻ ഓർ ഈക്വൽ ടു 5 എന്ന് കൊടുക്കാം. എന്നിട്ട് ഓക്കെ, ഇവിടെ അല്ല, ഫോർ ലൂപ്പിൻ്റെ അകത്ത്, എന്നിട്ട് ഐ പ്ലസ് പ്ലസ്. ഓക്കെ, നെക്സ്റ്റ് എന്ത് ചെയ്യാം, അപ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ച് ഇത് നോക്കണം, ഈ ലൂപ്പിൻ്റെ കൂടെ റണ്ണിങ് ആയി നോക്കണം. ഓക്കെ, നെക്സ്റ്റ് നമ്മൾ ജെ എന്ന് പറയുന്ന വേരിയബിളാണ്. ജെ എന്ന് പറയുന്ന വേരിയബിൾ നമ്മൾ 1ൽ നിന്ന് തന്നെ സ്റ്റാർട്ട് ചെയ്യുന്നു. ഇവിടെ സെമിക്കോളൻ ജെ ലെസ് ദാൻ ഓർ ഈക്വൽ ടു, ഇവിടെ നമ്മൾ എന്ത് ചെയ്യുന്നു, ഇക്വേഷൻ ഒന്ന് ചേഞ്ച് ചെയ്യുന്നുണ്ട്. ഓക്കെ, ഈ ഇക്വേഷൻ ഞാൻ നിങ്ങൾക്ക് എക്സ്പ്ലെയിൻ ചെയ്ത് തരാം. അപ്പോൾ 2 ഇൻറ്റു എന്ന് പറയും, 2 ഇൻറ്റു ഐ മൈനസ് 1 പ്ലസ് 1. ഓക്കെ, ഇതിന് ഞാൻ കറക്റ്റായിട്ട് അവിടെ പറഞ്ഞു തരാം. ഓക്കെ, 2 ഇൻറ്റു ഐ പ്ലസ് 1 എന്നിട്ട് സെമിക്കോളൻ ജെ പ്ലസ് പ്ലസ്. ഓക്കെ, ഈ ഒരു കണ്ടീഷൻ വരുന്ന ടൈമിൽ എന്താണ് നമുക്ക് പ്രിൻ്റ് ആകുന്നതെന്ന് കൂടി ഒന്ന് നോക്കാം. ഓക്കെ, പ്രിൻ്റ് എഫ് നമ്മൾ കൊടുക്കുന്നു സ്റ്റാർ. ഓക്കെ, സ്റ്റാർ പ്രിൻ്റ് ചെയ്ത് കഴിഞ്ഞാൽ ജസ്റ്റ് ഈ ഒരു ഫോർ ലൂപ്പിന് ശേഷം താഴത്തെ നെക്സ്റ്റ് ലൈനിലോട്ട് കൂടി മൂവ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കറിയാം ഈ ഒരു ഫോർ ലൂപ്പ് ഏത് രീതിയിലാണ് പ്രിൻ്റ് ചെയ്യുന്നതെന്ന്. ഓക്കെ, ഓക്കെ, സ്റ്റാർ അല്ല, നമുക്ക് /n എന്നാണ് കൊടുക്കേണ്ടത് നെക്സ്റ്റ് ലൈനിലോട്ട് മൂവ് ചെയ്യാൻ. ഓക്കെ, ജസ്റ്റ് ഒന്ന് റൺ ചെയ്ത് നോക്കാം. ഇപ്പോൾ നമുക്ക് ഫസ്റ്റ് 1 സ്റ്റാർ, പിന്നെ 3, പിന്നെ 5, പിന്നെ 7, പിന്നെ 9 ആ ഒരു രീതിയിലാണ് കിട്ടിയിട്ടുള്ളത്. ഓക്കെ, നമ്മുടെ ഇതുപോലെ ക്വസ്റ്റ്യൻ ഒന്ന് ജസ്റ്റ് ചെക്ക് ചെയ്ത് നോക്കൂ. 1 സ്റ്റാർ, 3 സ്റ്റാർ, പിന്നെ കണ്ടോ ഇവിടെ 5 സ്റ്റാർ. ഓക്കെ, ജസ്റ്റ് ഒന്ന് കൊണ്ട് നോക്കൂ, ഇവിടെ എത്ര 7 സ്റ്റാർ. അത് കഴിഞ്ഞാൽ ഇതിൽ ഈ ഒരു ലൈനിൽ 9 സ്റ്റാർ. പിന്നെ ഞാൻ ഇതിൻ്റെ അടുത്ത് കൊടുത്തിട്ടുള്ളത് എന്താണ്, ഐ അസൈൻ 1, ഐ അസൈൻ 2 എന്നൊക്കെ പറഞ്ഞ് കൊടുത്തിട്ടുള്ളത്. അതെന്താണെന്നറിയോ, അത് ഐൻ്റെ വാല്യൂ ആണ്. ഓക്കെ, അതായത് നമ്മുടെ മെയിൻ ലൂപ്പ് ഏത് വരെയുള്ളൂ പോകുന്നത്, ഐ ലെസ് ദാൻ ഓർ ഈക്വൽ ടു 5 വരെയുള്ളൂ പോകുന്നത്. അപ്പോൾ ഈ ഒരു രീതിയിൽ പ്രിൻ്റ് ചെയ്യിക്കുന്നതാണ് എന്ത് പറയുന്നത്, ഐ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇനി നമുക്കതിൻ്റെ ബാക്കിലോട്ട് തന്നെ വരാം. ഇനി നമുക്ക് എന്ത് വേണം, ഇതിൻ്റെ ഇടയിൽ ഈ കെ എന്ന് പറയുന്ന രീതിയിൽ നമ്മൾ പുതിയൊരു ലൂപ്പ് കൊടുത്തിട്ട് എന്ത് ചെയ്യും, ഇവിടെ ഒരു സ്റ്റാർ പ്രിൻ്റ് ചെയ്യിക്കും. പിന്നെ അതുപോലെ എന്ത് ചെയ്യും, 2 സ്റ്റാർ, അതിന് ശേഷം എന്ത് ചെയ്യും, പുതിയൊരു ലൈനിലോട്ട് പോകുന്നു, വീണ്ടും 2 സ്റ്റാർ പ്രിൻ്റ് ചെയ്യിക്കുന്നു. ഓക്കെ, 2 സ്റ്റാർ എന്ന് പറയുമ്പോൾ ലെസ് ദാൻ ഓർ ഈക്വൽ ടു ഐ വരെ. അതായത് ഇവിടെ കണ്ടോ എൽ എന്ന് പറയുന്ന പുതിയൊരു വേരിയബിളാണ് ഞാൻ കൊടുത്തിട്ടുള്ളത്. അതാണ് എന്ത് ചെയ്യാൻ, സ്റ്റാർ പ്രിൻ്റ് ചെയ്യിക്കാൻ. അതുപോലെ കെ എന്ന് പറയുന്നത് അതിന് വീണ്ടും വീണ്ടും റിപ്പീറ്റ് ചെയ്ത് വരാൻ വേണ്ടിയിട്ടാണ് കെ എന്ന് പറയുന്നത് കൊടുത്തത്. ഇവിടെ കണ്ടോ, ഇവിടെ ഒറ്റ ലൈനേ ഉള്ളൂ. അതുപോലെ ഇവിടെ 2 റോയിൽ പ്രിൻ്റ് ചെയ്യിച്ച്, ഇവിടെ 3 റോയിൽ പ്രിൻ്റ് ചെയ്യിച്ച്, അതിന് വേണ്ടിയിട്ടാണ് കെ എന്ന് പറയുന്ന ഒരു ലൂപ്പ്. അതുപോലെ പ്രിൻ്റ് ചെയ്യിക്കാൻ വേണ്ടിയാണ് എൽ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, അതിൻ്റെ ബാക്കി കൂടെ ഒന്ന് ജസ്റ്റ് പ്രിൻ്റ് ചെയ്ത് നോക്കാം. ഓക്കെ, അതിനായിട്ട് ആദ്യം നമ്മൾ എന്താ ചെയ്യേണ്ടത്, ഓക്കെ, നെക്സ്റ്റ് ഫോർ ലൂപ്പ് കൊടുക്കുന്നു. അതിൽ കെ എന്ന് പറയുന്ന വേരിയബിൾ നമുക്ക് എവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്യാം, കെ അസൈൻ 1ൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യുന്നു. കെ ലെസ് ദാൻ ഓർ ഈക്വൽ ടു എത്രയാണ് നമ്മളത്, കെ ലെസ് ദാൻ ഓർ ഈക്വൽ ടു ഐ ആണ്. ഓക്കെ, നമ്മളവിടെ കണ്ടില്ല, ഐൻ്റെ വാല്യൂ അനുസരിച്ചാണ് നമുക്ക് ഇത് പ്രിൻ്റ് ചെയ്യിക്കാനുള്ളത്. എന്നിട്ട് നെക്സ്റ്റ് കെ പ്ലസ് പ്ലസ്. ഇപ്പോൾ ഫസ്റ്റത്തെ ഫോർ ലൂപ്പിൽ നിങ്ങൾക്ക് മനസ്സിലായില്ലേ, അതായത് ഐൻ്റെ വാല്യൂ അനുസരിച്ച് എന്ത് ചെയ്യണം, അതിനോട് കൂടെ 2 സ്റ്റാർ വീതം ഇൻക്രിമെൻ്റ് ആയിക്കൊണ്ടിരിക്കണം. അതിനാണ് ഈ ഒരു കണ്ടീഷൻ നമ്മൾ കൊടുത്തിട്ടുള്ളത്. ഓക്കെ, 2 ഇൻറ്റു ഐ മൈനസ് 1, അതായത് ഫസ്റ്റത്തെ കേസ് വരുമ്പോൾ ഐൻ്റെ വാല്യൂ എന്ന് പറയുന്നത് 1 ആണ്. 1 മൈനസ് 1 എന്ന് പറയുമ്പോൾ എത്ര, ഓക്കെ, ഫസ്റ്റത്തെ കേസിൽ 2 ഇൻറ്റു ഐ മൈനസ് 1 ആണ്. ഓക്കെ, 0 ആണ് വരുന്നത് ഐ മൈനസ് 1 എന്ന് പറയുമ്പോൾ. ഐൻ്റെ വാല്യൂ 1, 1 മൈനസ് 1 എന്ന് പറയുമ്പോൾ 0. 0 ഇൻറ്റു 2 എന്ന് പറയുമ്പോൾ 0 തന്നെ. ഓക്കെ, പ്ലസ് 1 എന്ന് പറയുമ്പോൾ എത്ര വരുന്നത്, ഓക്കെ 1 സ്റ്റാർ കിട്ടി. ഇനി നമുക്ക് 3 സ്റ്റാർ വേണമല്ലോ നെക്സ്റ്റ് വരുന്ന കേസിൽ. ഓക്കെ, അതിന് നമുക്ക് എങ്ങനെയാണ് ഇക്വേഷൻ വന്നത്, അതിൻ്റെ വാല്യൂ 2 ആയിരിക്കും ഇൻക്രിമെൻ്റ് ചെയ്തിട്ട്. അപ്പോൾ 2 മൈനസ് 1 എന്ന് പറയുമ്പോൾ ഇതിൻ്റെ ഇന്നറിൽ കണ്ടോ, ഈ ഒരു ബ്രാക്കറ്റിനുള്ളിൽ 2 മൈനസ് 1, ഐ മൈനസ് 1 എന്ന് പറയുന്ന പോലെ 2 മൈനസ് 1 എന്ന് പറയുമ്പോൾ എത്ര, 1 ആണ്. 1 ഇൻറ്റു 2 എന്ന് പറയുമ്പോൾ 2 എന്ന് കിട്ടി. 2 പ്ലസ് 1 എന്ന് നോക്കൂ, 3 ആണ് കിട്ടിയത് അല്ലേ. അപ്പോൾ കറക്റ്റ് ആയില്ലേ. അപ്പോൾ അതുപോലെയാണ് ഇത്
ഈ ഒരു ലൂപ്പ് ഇങ്ങനെ ഇൻക്രിമെൻ്റ് ആയിക്കൊണ്ടിരിക്കുന്നത് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് ബാക്ക് ടു ഇതിലോട്ട് തന്നെ വരാം. ഈ കെ എന്ന് പറയുന്ന വേരിയബിൾ ഇതിന് ശേഷം നമുക്ക് എന്ത് ചെയ്യാനുണ്ട്, ഒരു ഫോർ ലൂപ്പ് കൂടി വേണം. കാരണം ഇതിൻ്റെ ഉള്ളിൽ ഓരോ ലൈനായിട്ടല്ല, നെക്സ്റ്റ് നമുക്ക് അതിനെ തന്നെ മൾട്ടിപ്ലൈ ചെയ്തിട്ട് പ്രിൻ്റ് ചെയ്യിക്കണം. ഓക്കെ, അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ഇതിൻ്റെ ഉള്ളിൽ പുതിയൊരു വേരിയബിൾ കൊടുക്കാം. എൽ എന്ന് പറയും. ഓക്കെ, ഇവിടെയല്ല, എൽ എന്ന് പറയുന്ന വേരിയബിൾ കൊടുക്കാം. അതിന് മുമ്പായിട്ട് നമ്മൾ എന്ത് ചെയ്യണം, ഈ എല്ലിനെ ഇവിടെ ഡിക്ലെയർ ചെയ്യണം. ഓക്കെ, ഇല്ലെങ്കിൽ അത് എററായിട്ട് വരാൻ ചാൻസ് ഉണ്ട്. ഓക്കെ, എല്ല് നമുക്ക് 1ൽ നിന്ന് തന്നെ സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, നെക്സ്റ്റ് എന്ന് പറയുന്നത് എൽ ലെസ് ദാൻ ഓർ ഈക്വൽ ടു ഏതൊരു ഐ എന്ന് തന്നെ കൊടുക്കുന്നു, L++. ഓക്കെ, ഇപ്പോൾ ഈ ഒരു കേസിൽ നമ്മൾ എങ്ങനെയാണ് പ്രിൻ്റ് ചെയ്യേണ്ടത്, ജസ്റ്റ് എന്ത് ചെയ്യാം, പ്രിൻ്റ് എഫിൽ നമ്മൾ ഒരു സ്റ്റാർ പ്രിൻ്റ് ചെയ്യിക്കുന്നു. എന്നിട്ട് നമുക്ക് അവിടെ ഒരു സ്പേസ് കൂടി കൊടുത്തിട്ട് സെമിക്കോളൻ. ഓക്കെ, അപ്പോൾ ഇത് പ്രിൻ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഓരോ ഇന്നർ ലൂപ്പ് വർക്ക് ചെയ്ത് കഴിയുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, പ്രിൻ്റ് എഫ് താഴത്തെ ലൈനിലോട്ട് വരണം. ഓക്കെ, ഇല്ലെങ്കിൽ എങ്ങനെ വരുമെന്ന് ഞാൻ ജസ്റ്റ് വേണമെങ്കിൽ കാണിച്ചു തരാം. അപ്പോൾ അതിന് മുമ്പായിട്ട് ഇതിൻ്റെ കറക്റ്റ് രൂപം ഒന്ന് നമുക്ക് പ്രിൻ്റ് ചെയ്ത് നോക്കാം. ഓക്കെ, അപ്പോൾ ഇത് റൺ ചെയ്ത് നോക്കാം. കണ്ടോ, നമ്മൾ എക്സ്പെക്റ്റ് ചെയ്ത രീതിയിൽ തന്നെ കിട്ടിയിട്ടുണ്ട്. പക്ഷേ എന്തുണ്ട്, വേറൊരു വ്യത്യാസം വരുന്നുണ്ട്. കേട്ടോ, ഇതിൻ്റെ താഴത്തെ ലൈനിൽ ഇതുപോലെ ഞാൻ നിങ്ങൾക്ക് എന്ത് കാണിച്ചു തന്നു, നമ്മുടെ സെക്കൻഡ് 1 സ്റ്റാർ ലൂപ്പ് നമ്മൾ ആദ്യം പ്രിൻ്റ് ചെയ്ത ടൈമിലും ഇതുപോലെ താഴെ പ്രിൻ്റ് ചെയ്തപ്പോൾ എങ്ങനെയാണ് അതിനെ സ്റ്റോപ്പ് ചെയ്തതെന്നുള്ളത് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തന്നു. അപ്പോൾ അത് സ്റ്റോപ്പ് ചെയ്യാൻ നമ്മൾ എന്താ ചെയ്ത്, ഇഫ് കണ്ടീഷൻ ഇവിടെ ഇടുന്നു. നമ്മുടെ ഈ ഒരു കെ ലൂപ്പാണ് നമുക്ക് ഈ ഒരു രീതിയിലുള്ള സ്റ്റാർ പ്രിൻ്റ് ചെയ്യിച്ച് തരുന്നത്. ഓക്കെ, അപ്പോൾ അതിന് തൊട്ട് മുമ്പായിട്ട് നമ്മൾ എന്ത് ചെയ്യണം, ഈ ഐൻ്റെ കണ്ടീഷന് 5 ആകുന്ന ടൈമിൽ, ഓക്കെ, ലെസ് ദാൻ ഓർ ഈക്വൽ ടു 5 വരെ അല്ലേ, ഐൻ്റെ കണ്ടീഷൻ 5 ആയി കഴിഞ്ഞാൽ നമുക്ക് മതി. ഓക്കെ, നിർത്താം. അപ്പോൾ ഇവിടെ ബ്രേക്ക് കൊടുത്തു കഴിഞ്ഞാൽ, ബ്രേക്ക് കൊടുക്കുമ്പോൾ എന്താണ് പ്രത്യേകത, അതിന് താഴോട്ടുള്ള ലൈനൊന്നും എന്ത് ചെയ്യില്ല, വർക്ക് ചെയ്യില്ല, നേരെ ഈ മെയിൻ ലൂപ്പിന് പുറത്തോട്ട് വരും. ഓക്കെ, അതാണ് സംഭവിക്കുന്നത്. ഓക്കെ, നമുക്ക് റൺ ചെയ്യാം. കേട്ടോ, ആ ഒരു ഇത് പോയില്ലേ, താഴെയുള്ളത് റിപ്പീറ്റേഷൻ പോയില്ലേ. ഓക്കെ, അപ്പോൾ ഈ ഒരു രീതിയിൽ കിട്ടിയിട്ടുണ്ട്. ഇനി ഇതും നിങ്ങൾക്ക് എന്ത് ചെയ്യാം, വേണമെങ്കിൽ ഇൻക്രിമെൻ്റ് ചെയ്യാം. ഇവിടെ 5 എന്ന് കൊടുക്കുന്നതിന് പകരം നിങ്ങൾക്ക് 6 എന്ന് കൊടുക്കാം. അല്ലെങ്കിൽ നിങ്ങൾക്ക് വേറെ വേരിയബിളിൽ വാല്യൂ കൊടുത്തിട്ട് അതിനെ നിങ്ങൾക്ക് ഇങ്ങോട്ട് അസൈൻ ചെയ്ത് വെക്കാം. ഇവിടെ 5 എന്ന് കൊടുത്തതിന് പകരം ഈക്വൽ ടു 6 എന്ന് കൊടുക്കാം. ഓക്കെ, നെക്സ്റ്റ് ഒന്നുകൂടി ഇതിൻ്റെ സൈസ് കൂട്ടാൻ വേണ്ടിയിട്ട്. കണ്ടോ, അപ്പോൾ ഈ ഒരു രീതിയിൽ നിങ്ങൾക്ക് എത്ര വലിയ പാറ്റേണും നിങ്ങൾക്ക് എന്ത് ചെയ്യാം, പ്രിൻ്റ് ചെയ്യിക്കാൻ കഴിയും. ഓക്കെ, അപ്പോൾ ഇത്രയേ ഉള്ളൂ. നമ്മുടെ വീഡിയോ നിങ്ങൾക്ക് കുറച്ച് ലെങ്തി ആയിരിക്കും, ബട്ട് നിങ്ങൾക്ക് ഇത് മനസ്സിലായിട്ടുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഓക്കെ, ഇനിയും ഇതുപോലുള്ള നല്ല വീഡിയോസൊക്കെ നമുക്ക് എന്ത് ചെയ്യാം, ഇപ്പോൾ നിങ്ങൾക്ക് ബുദ്ധിമുട്ടായിട്ട് തോന്നുന്ന പാറ്റേൺസൊക്കെ നിങ്ങൾക്ക് ഏത് രീതിയിലുള്ള പാറ്റേൺസാണ് വേണ്ടി ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്താൽ മതി. ഓക്കെ, ഞാൻ നന്നായിട്ട് എന്ത് ചെയ്യാം, നിങ്ങൾക്ക് മനസ്സിലാവുന്ന രീതിയിൽ എക്സ്പ്ലെയിൻ ചെയ്ത് തരാം. ഓക്കെ, അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോസിൽ. നാളെ നമുക്ക് എന്ത് ചെയ്യാം, മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം. നിങ്ങൾ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ എന്ത് ചെയ്യുക, പെട്ടെന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ എന്ത് ചെയ്യുക, നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക. എന്നാൽ നമുക്ക് എന്ത് ചെയ്യാം, ഡെയിലി വീഡിയോസ് ഇതുപോലെ നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന വീഡിയോസ് ചെയ്യാം. ഓക്കെ, അപ്പോൾ നെക്സ്റ്റ് വീഡിയോ ആയിട്ട് കാണാം. സീ യു.